ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഒക്ടോബർ മാസം 1 മുതൽ 10 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, കേരളത്തിന്റെ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ കിഴങ്ങ് ഇനത്തിൽപ്പെട്ട പുതിയ ചെടിയാണ് ക്ലോറോഫൈറ്റം വനപുഷ്പം. അപ്പോൾ കേരളത്തിന്റെ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ കിഴങ്ങ് ഇനത്തിൽപ്പെട്ട പുതിയ ചെടിയുടെ പേരാണ് ക്ലോറോഫൈറ്റം വനപുഷ്പം. നെക്സ്റ്റ്, നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന 22ാമത് നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. അപ്പൊ നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന 22ാമത് നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ സച്ചിദാനന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആണ് സുരേഖ യാദവ്. അപ്പോൾ 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആണ് സുരേഖ യാദവ്. നെക്സ്റ്റ്, കേരള കലാമണ്ഡലത്തിൽ നിന്നും കഥകളി പരിശീലനം നേടിയ ആദ്യ മുസ്ലിം വനിതയാണ് സബ്രി. അപ്പോൾ കേരള കലാമണ്ഡലത്തിൽ നിന്നും കഥകളി പരിശീലനം നേടിയ ആദ്യ മുസ്ലിം വനിതയുടെ പേര് ചോദിച്ചാൽ ഏതാണ്? സബ്രി എന്നാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നും കഥകളി പരിശീലനം നേടിയ ആദ്യ മുസ്ലിം വനിതയാണ് സബ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 നവംബറിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദക്ഷിണ കൊറിയയുടെ റോക്കറ്റിന്റെ പേരാണ് നൂരി റോക്കറ്റ്. അപ്പൊ 2025 നവംബറിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദക്ഷിണ കൊറിയയുടെ റോക്കറ്റ് ആണ് നൂരി റോക്കറ്റ്. നെക്സ്റ്റ്, പോർച്ചുഗലിൽ നടന്ന FIM വേൾഡ് റാലി റെയ്ഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയും ഏഷ്യക്കാരിയുമായ വ്യക്തിയാണ് ഐശ്വര്യ പിസെ. അപ്പോൾ പോർച്ചുഗലിൽ നടന്ന FIM വേൾഡ് റാലി റെയ്ഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയും ഏഷ്യക്കാരിയുമായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ഐശ്വര്യ പിസെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോ F64 വിഭാഗത്തിൽ സ്വർണം നേടിയത് സുമിത് ആൻഡ്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോ F64 വിഭാഗത്തിൽ സ്വർണം നേടിയത് സുമിത് ആൻഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ സ്ഥാപിക്കുന്നത് കർണാടകയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ സ്ഥാപിക്കുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ സ്ഥാപിക്കുന്നത് കർണാടകയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബർ പ്രകാരം RBIയുടെ റിപ്പോ നിരക്ക് 5.5%. അപ്പൊ 2025 സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം RBIയുടെ റിപ്പോ നിരക്ക് ചോദിച്ചാൽ 5.5%. വാണിജ്യ ബാങ്കുകൾ RBIയിൽ നിന്നും എടുക്കുന്ന ലോണുകൾക്ക് മേൽ ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. നിലവിൽ റിപ്പോ നിരക്ക് 5.5%. അടുത്ത ക്വസ്റ്റ്യൻ, ഖത്തറിൽ നിലവിൽ വരുന്ന MF ഹുസൈൻ മ്യൂസിയത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ദല്ലാ വ ഖലാം. അപ്പോൾ ഖത്തറിൽ നിലവിൽ വരുന്ന MF ഹുസൈന്റെ മ്യൂസിയത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ദല്ലാ വ ഖലാം എന്നാണ്. അപ്പൊ ഖത്തറിലുള്ള ദല്ലാ വ ഖലാം എന്ന് പറയുന്നത് ആരുടെ മ്യൂസിയമാണ്? MF ഹുസൈന്റെ മ്യൂസിയമാണ് ദല്ലാ വ ഖലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് ഗവേഷണം നടത്തിയ വ്യക്തിയാണ് ജോർജ് സ്മൂട്ട്. അപ്പൊ 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് ഗവേഷണം നടത്തിയ നോബൽ സമ്മാന ജേതാവാണ് ജോർജ് സ്മൂട്ട്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് ഗവേഷണം നടത്തിയ വ്യക്തിയാണ് ജോർജ് സ്മൂട്ട്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 2006 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനമാണ് ജോർജ് സ്മൂട്ടിന് ലഭിച്ചത്. അപ്പൊ 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് ഗവേഷണം നടത്തിയ നോബൽ സമ്മാന ജേതാവാണ് ജോർജ് സ്മൂട്ട്. ഇദ്ദേഹത്തിന് 2006 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനമാണ് ലഭിച്ചത്. അപ്പൊ 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് ഗവേഷണം നടത്തിയ വ്യക്തിയാണ് ജോർജ് സ്മൂട്ട്. ഇദ്ദേഹത്തിന് 2006 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 62ാമത് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പി ഇനിയൻ. 62ാമത് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? പി ഇനിയൻ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രിയോണ്ട. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ട്രിയോണ്ട എന്നാണ്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ അമേരിക്ക, മെക്സിക്കോ, കാനഡയാണ് വേദി എന്ന് പറയുന്നത്. ഔദ്യോഗിക പന്തിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ട്രിയോണ്ടയാണ്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രിയോണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര നാണയ നിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഡാനിയൽ കാറ്റ്സ്. അപ്പോൾ അന്താരാഷ്ട്ര നാണയ നിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ഡാനിയൽ കാറ്റ്സ് ആണ്. അന്താരാഷ്ട്ര നാണയ നിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഡാനിയൽ കാറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രവീൺ കുമാർ ആണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് പ്രവീൺ കുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം UNEP-യുടെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി. അപ്പൊ 2025 UNEP-യുടെ അതായത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി. അപ്പൊ 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ചോദിച്ചാൽ ആരാണ്? ജിനാലി മോദി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സോയിലിഫിക്കേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് താർ മരുഭൂമിയിൽ ആദ്യമായി ഗോതമ്പ് കൃഷി പരീക്ഷണം നടത്തി വിജയിച്ച സ്ഥാപനമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. അപ്പോൾ സോയിലിഫിക്കേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് താർ മരുഭൂമിയിൽ ആദ്യമായി ഗോതമ്പ് കൃഷി പരീക്ഷണം നടത്തി വിജയിച്ച സ്ഥാപനമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാനായി ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസികയുടെ പേരാണ് രാജഹംസം. അപ്പോൾ കേരള രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസികയുടെ പേര് ചോദിച്ചാൽ ഏതാണ്? രാജഹംസം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഓങ്കോളജി റിസർച്ച് ആൻഡ് കെയർ സെന്റർ സ്ഥാപിതമായത് ഗോവയിലാണ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഓങ്കോളജി റിസർച്ച് ആൻഡ് കെയർ സെന്റർ സ്ഥാപിച്ചത് എവിടെയാണ്? ഗോവയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിക്കുന്ന 5ാമത്തെ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. ISSA ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിക്കുന്ന 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സാമൂഹിക സുരക്ഷാ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. ഈ അവാർഡ് 2013 ISSA അവാർഡ് ആരംഭിക്കുന്നത്. ആദ്യം ലഭിച്ചത് ബ്രസീലിനാണ്. അപ്പൊ 2013 ISSA അവാർഡ് ആരംഭിക്കുന്നത്. ആദ്യം ലഭിച്ച രാജ്യം ബ്രസീലാണ്. ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിക്കുന്ന 5ാമത്തെ രാജ്യമാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 സീസണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റിന്റെ പേരാണ് ശക്തി. അപ്പോൾ 2025 സീസണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റിന്റെ പേരാണ് ശക്തി. ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ചോദിച്ചാൽ ശ്രീലങ്കയാണ്. ശ്രീലങ്കയാണ് ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. അപ്പൊ 2025 സീസണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റിന്റെ പേരാണ് ശക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം 2025 ലഭിച്ചത് രാമചന്ദ്ര ഗുഹയ്ക്കാണ്. അപ്പൊ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം 2025 ലഭിച്ചത് രാമചന്ദ്ര ഗുഹയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറക്കുമതി കയറ്റുമതി ബിസിനസ്സുകൾക്കായി പരമ്പരാഗത സ്റ്റാമ്പ് പേപ്പർ ബോണ്ടുകൾക്ക് പകരമായി ഇ ബോണ്ട് സംവിധാനം ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര.
മഹാരാഷ്ട്ര. അപ്പൊ ഇറക്കുമതി കയറ്റുമതി ബിസിനസ്സുകൾക്കായി പരമ്പരാഗത സ്റ്റാമ്പ് പേപ്പർ ബോണ്ടുകൾക്ക് പകരമായി ഇ ബോണ്ട് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. അപ്പൊ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 മുണ്ടശ്ശേരി സ്മാരക അവാർഡ് ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്സാപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്പാണ് അരട്ടൈ. അപ്പൊ വാട്സാപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്പിന്റെ പേരാണ് അരട്ടൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, $500 ബില്യൺ ആസ്തി മറികടക്കുന്ന ആദ്യ വ്യക്തിയായി മാറിയത് ഇലോൺ മസ്ക് ആണ്. അപ്പൊ $500 ബില്യൺ ആസ്തി മറികടക്കുന്ന ആദ്യ വ്യക്തിയാണ് ഇലോൺ മസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ആൻഡ് ഫ്യൂവൽ സ്റ്റേഷൻ നിലവിൽ വന്നത് കൊച്ചിയിലാണ്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ആൻഡ് ഫ്യൂവൽ സ്റ്റേഷൻ നിലവിൽ വന്നത് കൊച്ചിയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ആൻഡ് ഫ്യൂവൽ സ്റ്റേഷൻ കൊച്ചിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശനിയുടെ ഉപഗ്രഹമായ എൻസെലാഡസിൽ ജീവൻ നിലനിർത്താൻ കഴിയുമെന്നതിന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ പേടകമാണ് കാസിനി. അപ്പോൾ ശനിയുടെ ഉപഗ്രഹമായ എൻസെലാഡസിൽ ജീവൻ നിലനിർത്താൻ കഴിയുമെന്നതിന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ പേടകത്തിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? കാസിനി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ആധുനിക കലാകാരന്മാരിൽപ്പെട്ട എ രാമചന്ദ്രന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് കൊല്ലം ഗുരു കൾച്ചറൽ കോംപ്ലക്സിലാണ് മ്യൂസിയം നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ആധുനിക കലാകാരന്മാരിൽപ്പെട്ട എം രാമചന്ദ്രന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ഗുരു കൾച്ചറൽ കോംപ്ലക്സിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജർമ്മൻ ഫുട്ബോൾ ടീമായ ബൊറൂസിയ ഡോർട്ട്മുണ്ടുമായി സഹകരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് ടെക് ഇൻക്യുബേഷൻ സെന്റർ സ്ഥാപിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ജർമ്മൻ ഫുട്ബോൾ ടീമായ ബൊറൂസിയ ഡോർട്ട്മുണ്ടുമായി സഹകരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് ടെക് ഇൻക്യുബേഷൻ സെന്റർ സ്ഥാപിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബറിൽ അന്തരിച്ച ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകനും പത്മഭൂഷൺ പത്മവിഭൂഷൺ ജേതാവുമായ വ്യക്തിയാണ് പണ്ഡിറ്റ് ചന്നുലാൽ മിശ്ര. 2025 ഒക്ടോബറിൽ അന്തരിച്ച ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകനും പത്മഭൂഷൺ പത്മവിഭൂഷൺ ജേതാവുമായ വ്യക്തിയാണ് പണ്ഡിറ്റ് ചന്നുലാൽ മിശ്ര. പണ്ഡിറ്റ് ചന്നുലാൽ മിശ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രൈമറ്റോളജിസ്റ്റ്, നരവംശ ശാസ്ത്രജ്ഞ, പരിസ്ഥിതി പ്രവർത്തക തുടങ്ങിയ നിലകളിൽ ലോക പ്രശസ്തയായ വ്യക്തിയാണ് ജെയിൻ ഗുഡാൽ. 2025 ഒക്ടോബറിൽ അന്തരിച്ച ജെയിൻ ഗുഡാൽ എന്തിൽ പ്രശസ്തിയാണ്? അദ്ദേഹം പ്രൈമറ്റോളജിസ്റ്റ് ആണ്. അവരെന്ന് പറയുന്നത് പ്രൈമറ്റോളജിസ്റ്റ് ആണ്, നരവംശ ശാസ്ത്രജ്ഞയാണ്, പരിസ്ഥിതി പ്രവർത്തകയുമാണ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രൈമറ്റോളജിസ്റ്റ്, നരവംശ ശാസ്ത്രജ്ഞ, പരിസ്ഥിതി പ്രവർത്തക തുടങ്ങിയ നിലകളിൽ ലോക പ്രശസ്തിയായ വ്യക്തിയാണ് ജെയിൻ ഗുഡാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ 48 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് മീരാഭായി ചാനു. അപ്പൊ ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ 48 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരാണ്? മീരാഭായി ചാനുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലും നിരോധിച്ച വിവാദ ചുമമരുന്നാണ് കോൾട്രിഫ്. കേരളത്തിൽ നിരോധിച്ച വിവാദ ചുമമരുന്നാണ് കോൾട്രിഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തുടനീളമുള്ള 1000 ഗവൺമെന്റ് ഐടികളെ ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള 60,000 രൂപയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് PM സേതു പദ്ധതി. അപ്പൊ രാജ്യത്തുടനീളമുള്ള
1000 ഗവൺമെന്റ് ITIകളെ ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള 60,000 രൂപയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പേരാണ് PM സേതു പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യ ഉൽപാദന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യ ഉൽപാദന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പൂച്ചെടിയാണ് കോറിഡാലിസ് ഷിയോമിയാൻസിസ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പൂച്ചെടിയുടെ പേരാണ് കോറിഡാലിസ് ഷിയോമിയാൻസിസ്. കോറിഡാലിസ് ഷിയോമിയാൻസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരിനം പൂച്ചെടിയാണ്. അരുണാചൽ പ്രദേശിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. അപ്പൊ അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പൂച്ചെടിയുടെ പേരാണ് കോറിഡാലിസ് ഷിയോമിയാൻസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരം നേടിയ വ്യക്തിയാണ് സി ഭാഗ്യനാഥ്. അപ്പൊ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സി ഭാഗ്യനാഥിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CISF ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ വ്യക്തിയാണ് പ്രവീൺ രഞ്ജൻ. അപ്പോൾ CISF ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ വ്യക്തി ചോദിച്ചാൽ ആരാണ്? പ്രവീൺ രഞ്ജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നഗരമാണ് കൊൽക്കത്ത. അപ്പൊ 2023 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നഗരമാണ് കൊൽക്കത്ത. നെക്സ്റ്റ്, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് പുനരധിവാസം നൽകുന്ന സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് കാവൽ പദ്ധതി. ഇപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് പുനരധിവാസം നൽകുന്ന സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി ചോദിച്ചാൽ ഏതാണ്? കാവൽ ആണ്. നെക്സ്റ്റ്, 6 വർഷം കൊണ്ട് രാജ്യത്തെ 100 ജില്ലകളിൽ മികച്ച കാർഷിക ഉൽപാദനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. അപ്പൊ 6 വർഷം കൊണ്ട് രാജ്യത്തെ 100 ജില്ലകളിൽ മികച്ച കാർഷിക ഉൽപാദനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയിൽ നിന്ന് കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട ജില്ലകള് കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട്. കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് ജില്ലകളാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട ജില്ലകൾ എന്ന് പറയുന്നത്. അപ്പൊ 6 വർഷം കൊണ്ട് രാജ്യത്തെ 100 ജില്ലകളിൽ മികച്ച കാർഷിക ഉൽപാദനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട ജില്ലകളാണ് കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ 300 കോടി ക്ലബ് ചിത്രമാണ് ലോക ചാപ്റ്റർ 1. അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ 300 കോടി ക്ലബ് ചിത്രം ചോദിച്ചാൽ ഏതാണ്? ലോക ചാപ്റ്റർ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ശുഭാംശു ശുക്ല. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ശുഭാംശു ശുക്ല. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച ബോളിവുഡ് ഗായകൻ സുബിൻ ഗാർഗിനോടുള്ള ആദര സൂചകമായി ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൽ പിറന്ന ആനക്കുട്ടിക്ക് നൽകിയ പേരാണ് മായാബിനി. അപ്പോൾ അടുത്തിടെ അന്തരിച്ച ബോളിവുഡ് ഗായകൻ സുബിൻ ഗാർഗിനോടുള്ള ആദര സൂചകമായി ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൽ പിറന്ന ആനക്കുട്ടിക്ക് നൽകിയ പേരാണ് മായാബിനി. സുബിൻ ഗാർഗിന്റെ 2001 പുറത്തിറങ്ങിയ ദാഗ് എന്ന സംഗീത ആൽബത്തിലെ പാട്ടാണ് മായാബിനി എന്ന് പറയുന്നത്. ആ പേരാണ് ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൽ പിറന്ന ആനക്കുട്ടിക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അടുത്തിടെ അന്തരിച്ച ബോളിവുഡ് ഗായകൻ സുബിൻ ഗാർഗിനോടുള്ള ആദര സൂചകമായി ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൽ പിറന്ന ആനക്കുട്ടിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? മായാബിനി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, UPI ട്രാൻസാക്ഷൻ ഇന്റർസിറ്റിയിൽ ഒന്നാമതായുള്ള സംസ്ഥാനമാണ് തെലങ്കാന.
UPI ട്രാൻസാക്ഷൻ ഇന്റർസിറ്റിയിൽ ഒന്നാമതായുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തെലങ്കാനയാണ്. UPI ട്രാൻസാക്ഷൻ ഇന്റർസിറ്റിയിൽ ഒന്നാമതായുള്ള സംസ്ഥാനമാണ് തെലങ്കാന. നെക്സ്റ്റ്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ആരംഭിച്ച 4 ദിവസത്തെ നാവിക അഭ്യാസത്തിന്റെ പേരാണ് കൊങ്കൺ 25. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ആരംഭിച്ച 4 ദിവസത്തെ നാവിക അഭ്യാസമാണ് കൊങ്കൺ 25. നെക്സ്റ്റ്, നായകർക്കും നികുതി ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന ഇറ്റാലിയൻ നഗരമാണ് ബോൾസാനോ. അപ്പൊ നായകർക്കും നികുതി ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന ഇറ്റാലിയൻ നഗരം ചോദിച്ചാൽ ഏതാണ്? ബോൾസാനോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെതർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ സംഘടനയുടെ ആഗോള സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്ന 100 ഗ്രീൻ ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ സ്ഥാനം പിടിച്ച ദക്ഷിണേന്ത്യൻ നഗരങ്ങളാണ് ബേപ്പൂരും മഹാബലിപുരവും. ഇപ്പോൾ നെതർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ സംഘടനയുടെ ആഗോള സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്ന 100 ഗ്രീൻ ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട നഗരങ്ങളാണ് ബേപ്പൂരും മഹാബലിപുരവും. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് റഷ്യ. അപ്പൊ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? റഷ്യയാണ്. നെക്സ്റ്റ്, 113ാം ജന്മദിനം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷനാണ് ജോവോ മരീഞ്ഞോ നെറ്റോ. അപ്പൊ 113ാം ജന്മദിനം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷനാണ് ജോവോ മരീനോ നെറ്റോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IT അധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കാൻ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. അപ്പൊ IT അധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കാൻ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 3ാം സ്ഥാനമാണ്. അപ്പൊ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? കേരളത്തിന് 3ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാറിനാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം ചോദിച്ചാൽ സിക്കിമിനാണ് 2ാം സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 3ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. 1ാം സ്ഥാനം ആൻഡമാൻ നിക്കോബാറിനും 2ാം സ്ഥാനം സിക്കിമിനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 93ാമത് വ്യോമസേനാ ദിനത്തിന്റെ വേദി ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ഹിൻഡൻ വ്യോമത്താവളത്തിലായിരുന്നു. അപ്പൊ 93ാമത് വ്യോമസേനാ ദിനാഘോഷത്തിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ഹിൻഡൻ വിമാനത്താവളത്തിലാണ്. അപ്പൊ 93ാമത് വ്യോമസേനാ ദിനാഘോഷത്തിന്റെ വേദി ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ഹിൻഡൻ വ്യോമത്താവളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ വിമാനത്താവളം ചോദിച്ചാൽ ഏതാണ്? നവി മുംബൈ വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ വിമാനത്താവളമാണ് നവി മുംബൈ വിമാനത്താവളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പൊ $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സെർജിയോ ഗോർ. അപ്പൊ ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ചോദിച്ചാൽ ആരാണ്? സെർജിയോ ഗോർ ആണ്. നെക്സ്റ്റ്, 2025 ഒക്ടോബർ 21 മുതൽ 28 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സഞ്ജു വി സാംസൺ. അപ്പൊ 2025 ഒക്ടോബർ മാസം 21 മുതൽ 28 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സഞ്ജു വി സാംസൺ എന്ന് പറയുന്നത്. സംസ്ഥാന സ്കൂൾ
കായികമേളയുടെ ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയലാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് തങ്കു എന്ന മുയലാണ്. അപ്പൊ ഒക്ടോബർ 21 മുതൽ 28 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജു വി സാംസൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബറിൽ വിടവാങ്ങിയ ഇന്ത്യൻ കുതിര പന്തയത്തിലെ ഏറ്റവും പ്രശസ്തനായ റൈഡറാണ് അസ്ലം ഖാദർ. 2025 ഒക്ടോബറിൽ വിടവാങ്ങിയ ഇന്ത്യൻ കുതിര പന്തയത്തിലെ ഏറ്റവും പ്രശസ്തനായ റൈഡറാണ് അസ്ലം ഖാദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബറിൽ അന്തരിച്ച ആരോഗ്യ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മുൻ ഡയറക്ടറുമായ വ്യക്തിയാണ് ഡോക്ടർ കെ മോഹൻ ദാസ്. അപ്പൊ 2025 ഒക്ടോബർ മാസം അന്തരിച്ച ആരോഗ്യ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മുൻ ഡയറക്ടറുമായ വ്യക്തിയാണ് ഡോക്ടർ കെ മോഹൻ ദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും സൈബർ ഇടത്ത് പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായുള്ള കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ പദ്ധതിയുടെ പേരാണ് കിഡ്സ് ഗ്ലൗ 2025. അപ്പോൾ ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും സൈബർ ഇടത്ത് പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായിട്ടുള്ള കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ പദ്ധതിയുടെ പേരാണ് കിഡ്സ് ഗ്ലൗ 2025. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ബഷീറിനാണ്. അപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ബഷീറിനാണ് ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയാണ് കൊച്ചി. അപ്പൊ ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? കൊച്ചിയാണ് വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പ്രകാശ് രാജ്. ഇപ്പൊ 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പ്രകാശ് രാജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനകളെ നിരീക്ഷിക്കുന്നതിനും മനുഷ്യ ആന സംഘർഷം തടയുന്നതിനും സംരക്ഷണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഗജ രക്ഷക് ആപ്പ് വികസിപ്പിച്ചെടുത്ത സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പൊ ആനകളെ നിരീക്ഷിക്കുന്നതിനും മനുഷ്യ ആന സംഘർഷം തടയുന്നതിനും സംരക്ഷണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഗജ രക്ഷക് ആപ്പ് വികസിപ്പിച്ചെടുത്ത സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് 2 തവണ നേടിയ മലയാളി താരമാണ് ടോവിനോ തോമസ്. അപ്പൊ 2025 മികച്ച ഏഷ്യ നടനുള്ള സെപ്റ്റിമിയസ് പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ടോവിനോ തോമസ് ആണ്. സെപ്റ്റിമിയസ് അവാർഡ് 2 തവണ നേടിയ മലയാളിയാണ് ടോവിനോ തോമസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്തരിച്ച നടി സുകുമാരിയുടെ മ്യൂസിയം നിലവിൽ വരുന്നത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ അന്തരിച്ച നടി സുകുമാരിയുടെ മ്യൂസിയം നിലവിൽ വരുന്നത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ സഹകരണ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്രയിലെ കോപ്പർഗാവിലാണ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ സഹകരണ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ കോപ്പർഗാവിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് കൊങ്കൺ 25. നെക്സ്റ്റ്, 2025-26 ഇറാനി കപ്പ് കിരീടം നേടിയത് വിദർഭ. 2025-26 ഇറാനി കപ്പ് കിരീടം നേടിയവരാണ് വിദർഭയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ ഇന്ത്യക്ക് 10ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പൊ 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യക്ക് 10ാം സ്ഥാനമാണ്. ഇന്ത്യ ആകെ 22 മെഡലുകളാണ് നേടിയത്. 6 സ്വർണം, 9 വെള്ളി, 7 വെങ്കലം എന്നിവ ഉൾപ്പെടെ 22 മെഡലുകൾ
നേടി ഇന്ത്യ 10ാം സ്ഥാനത്താണ് ഉള്ളത്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയായിരുന്നു? ഡൽഹിയാണ് 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. 1ാം സ്ഥാനം നേടിയ രാജ്യം ബ്രസീലാണ് 1ാം സ്ഥാനം നേടിയത്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യക്ക് 10ാം സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യ ആകെ നേടിയത് 22 മെഡലുകളാണ്. 6 സ്വർണം, 9 വെള്ളി, 7 വെങ്കലം ഉൾപ്പെടെ 22 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. അപ്പൊ 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യക്ക് 10ാം സ്ഥാനമാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലബന്ധാര തടയണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? കുന്തിപ്പുഴ, പാലക്കാട് കുന്തിപ്പുഴയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യ ജലബന്ധാര തടയണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പാലക്കാട് ജില്ലയിലെ കുന്തിപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യ ജലബന്ധാര തടയണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പാലക്കാട് കുന്തിപ്പുഴയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യത്തെ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായുള്ള കേരള ടൂറിസത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണ് യാനം. ഇതിന്റെ ആദ്യ പതിപ്പ് വർക്കലയിലായിരുന്നു. അപ്പൊ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായുള്ള കേരള ടൂറിസത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പേരാണ് യാനം. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായുള്ള കേരള ടൂറിസത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പേരാണ് യാനം. ഇതിന്റെ ആദ്യ പതിപ്പ് നടന്നത് എവിടെയാണ്? വർക്കലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തിന് പുറത്ത് മരണമടയുന്ന ആസാമീസ് പൗരന്മാരുടെ കുടുംബങ്ങൾക്ക് അന്തസ്സോടെയും ആദരവോടെയും സംസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് പൂർണ്ണ സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള ആസാം സർക്കാരിന്റെ പദ്ധതിയാണ് ശ്രദ്ധാഞ്ജലി പദ്ധതി. അപ്പൊ സംസ്ഥാനത്തിന് പുറത്ത് മരണമടയുന്ന ആസാമീസ് പൗരന്മാരുടെ കുടുംബങ്ങൾക്ക് അന്തസ്സോടെയും ആദരവോടെയും സംസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് പൂർണ്ണ സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആസാം സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രദ്ധാഞ്ജലി പദ്ധതി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജു വി സാംസൺ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാരാണ്? സഞ്ജു വി സാംസൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിന് നാസ വിക്ഷേപിച്ച ദൗത്യമാണ് IMAP, ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. അപ്പൊ സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ പറ്റി പഠിക്കാനായി നാസ വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരാണ് IMAP, ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആരംഭിച്ച പുതിയ AI ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം കമാൻഡ് സിസ്റ്റത്തിന്റെ പേരാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF ആരംഭിച്ച പുതിയ AI GIS ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം കമാൻഡ് സിസ്റ്റത്തിന്റെ പേരാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് ടേക്ക് ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? സോണിപ്പത്തിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് ടേക്ക് ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷൻ നിലവിൽ വന്നത് സോണിപ്പത്തിലാണ്. നെക്സ്റ്റ്, തമിഴ്നാടിന്റെ 4ാമത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി വിജ്ഞാപനം ചെയ്തത് നാഗമല കുന്നിൻ പ്രദേശമാണ്. തമിഴ്നാടിന്റെ 4ാമത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി വിജ്ഞാപനം ചെയ്തത് നാഗമല കുന്നിൻ പ്രദേശമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂഗർഭജല പുനരുജ്ജീവനവും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി നിരീതരെ നാളെ വാട്ടർ ഇൻ ഫ്യൂച്ചർ എന്ന സംരംഭം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. അപ്പൊ ഭൂഗർഭജല പുനരുജ്ജീവനവും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി നിരീതരെ നാളെ എന്ന് വെച്ചാൽ വാട്ടർ ഇൻ ഫ്യൂച്ചർ, നിരീതരെ നാളെ എന്ന സംരംഭം ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കർണാടകയാണ്. അപ്പൊ നിരീതരെ നാളെ എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഭൂഗർഭജല പുനരുജ്ജീവനവും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് നിരീതരെ നാളെ എന്ന് പറയുന്ന പദ്ധതി. നിരീതരെ നാളെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പാണ് മുംബൈ 1. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? മുംബൈ 1 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുരുഷ 2020 ക്രിക്കറ്റിലെ മികച്ച ബാറ്റർക്കുള്ള സിയറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡ് ലഭിച്ചത് സഞ്ജു വി സാംസൺ ആണ്. അപ്പൊ പുരുഷ 2020 ക്രിക്കറ്റിലെ മികച്ച ബാറ്റർക്കുള്ള സിയറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സഞ്ജു വി സാംസൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്നത് ഏതാണ്? ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് ആണ്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ ഇന്ത്യയും ശ്രീലങ്കയുമാണ്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യ ശ്രീലങ്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വംശനാശ ഭീഷണി നേരിടുന്ന പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി പവിഴപ്പുറ്റുകളുടെ ലാർവ ക്രയോ ബാങ്ക് ആരംഭിച്ച രാജ്യമാണ് ഫിലിപ്പീൻസ്. അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി പവിഴപ്പുറ്റുകളുടെ ലാർവ ക്രയോ ബാങ്ക് ആരംഭിച്ച രാജ്യമാണ് ഫിലിപ്പീൻസ്. വംശനാശ ഭീഷണി നേരിടുന്ന പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി പവിഴപ്പുറ്റുകളുടെ ലാർവ ക്രയോ ബാങ്ക് ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒട്ടകങ്ങളുടെ എണ്ണത്തിലെ കുറവ് പരിഹരിക്കുന്നതിനായി നാഷണൽ ക്യാമൽ സസ്റ്റൈനബിലിറ്റി ഇനിഷ്യേറ്റീവ് ആരംഭിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഒട്ടകങ്ങളുടെ എണ്ണത്തിലെ കുറവ് പരിഹരിക്കുന്നതിനായി നാഷണൽ ക്യാമൽ സസ്റ്റൈനബിലിറ്റി ഇനിഷ്യേറ്റീവ് ആരംഭിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് 2025 വേദി ചോദിച്ചാൽ എവിടെയാണ്? അബുദാബിയിലാണ്. അപ്പൊ IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് 2025 വേദി ചോദിച്ചാൽ അബുദാബിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി ദേശീയ റെഡ് ലിസ്റ്റ് റോഡ് മാപ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ജൈവ വൈവിധ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി ദേശീയ റെഡ് ലിസ്റ്റ് റോഡ് മാപ്പ് പുറത്തിറക്കിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. ജൈവ വൈവിധ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി ദേശീയ റെഡ് ലിസ്റ്റ് റോഡ് മാപ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.